ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആഷി സൈസ് വേൾഡ്. ആഷി സൈസ് വേൾഡിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് നാളായില്ല വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വീഡിയോ ഇടാൻ സത്യം പറഞ്ഞെങ്കിൽ സമയമില്ല. എന്നും അങ്ങ് എക്സാമിൻ്റെ മേളവാണ്. നാളെ എനിക്കിനി PT1 എക്സാം തുടങ്ങുക. അതിന് മന്ത്ലി ടെസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇനിയിപ്പം PT1 എക്സാം ഫുള്ള് തിരക്കാണ്. പിന്നെന്താ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം അത് ലൈക്ക് ചെയ്യുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ കുറച്ച് ഒരു എനർജി എനിക്കൊരു വീഡിയോ ഇടാനൊക്കെ തോന്നും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് ആർട്ട് ഫെസ്റ്റ് വരുന്നത്. പിന്നെ ഇതിന് ആദ്യം പേര് കൊടുത്തത് മോഹിനിയാട്ടത്തിനായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഭരതനാട്യത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ് അതിന് പേര് കൊടുത്ത് അതിൻ്റെ പ്രാക്ടീസ് ഇതിനോട് നടക്കുന്ന ഫുള്ള് ബിസിയാണ് ഗൈസ്. ഇപ്പം ഞാൻ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. കണ്ട ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, രാവിലെയാണ്. അപ്പോൾ ഗൈസ്, ഇതിനിടയ്ക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതിനിടയ്ക്ക് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തായിരുന്നു. പക്ഷേ വീട്ടിലൊക്കെ പറ്റിയില്ല, മറന്നു ഈ വീഡിയോയുടെ കാര്യം. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുക, ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ട്യൂഷനുണ്ട്, മാത്സിൻ്റെ സ്പെഷ്യൽ ട്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ മാത്സ് ഭയങ്കര പാടാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ട്യൂഷൻ അറേഞ്ച് ചെയ്ത് അതിന് പോകണം. ഇനി നാളെ എനിക്ക് പക്ഷേ സയൻസിന് എക്സാമാണ്. ശനി ഞായർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മാത്സിൻ്റെ ട്യൂഷൻ. അപ്പം ബുധനാഴ്ച എനിക്ക് മാത്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എല്ലാ സൺഡേയും ഞങ്ങളുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. തലേന്നത്തെ പരഞ്ചോറും പിന്നെ ആ ദിവസം എന്താണ് അവിടെ ഉണ്ടാക്കുന്നത്, അല്ല എന്താ ഉള്ളത് വെച്ചാൽ നമ്മളത് വെച്ച് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് രസവും ഉണക്കമീനായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ പരങ്ങി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വെല്ലപ്പൂര് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ പഴങ്കഞ്ഞാണ് കുടിക്കുന്നത്. ഇതിപ്പോൾ രസവും ഉണക്കമീനും ഉണ്ട്, അത് കൂട്ടി കഴിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴങ്കഞ്ഞി ഇങ്ങനെ ഉച്ചയ്ക്ക് കുടിക്കുന്നത്. രാവിലെ കുടിക്കുന്നതും ഇത് കുടിച്ചിട്ട് വേണം ഞാൻ ട്യൂഷന് പോകാൻ. കഴിച്ചിട്ട് അപ്പോൾ ഗൈസ്, ഞാൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പച്ചക്കറി കട കയറിയതാണ് പച്ചക്കറി വാങ്ങിക്കാൻ. അപ്പോൾ അമ്മ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കുറേ നേരമായി വന്നിട്ട്. സൂപ്പർ മാർക്കറ്റിൽ വെജിറ്റബിൾ സെക്ഷൻ മതിയോ? പച്ചക്കറിയൊക്കെ ചുമക്കാൻ അശ്മി ഏൽപ്പിച്ചു. ഓടി പെട്ടെന്ന് പോ, നേരെ പോ. എങ്ങോട്ട് പോവാ? അമ്മ ഇതുവരെ വന്നേക്ക്. എലൈറ്റിൻ്റെ എന്തെന്ന് ഗോതമ്പ് പൊടി. ആശീർവാദം വാങ്ങിക്കുന്നു. ഏതാ? പോയേട്ടെ. ഞാൻ എടുക്കത്തില്ല, ഞാൻ വീട്ടെടുക്കും. ഇത് കണ്ടോ, ഞാൻ അതുമായിട്ട് വെക്കണോ? അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, എൻ്റെ കയ്യിൽ കുറേ ഐസ്ക്രീം ഉണ്ട്. നമുക്കിത് കഴിക്കാം. ഉച്ചയില്ലേ ഇവിടെ നല്ല, നിങ്ങളൊക്കെ അവിടെ ചിലപ്പോൾ മഴയായിരിക്കും, പക്ഷേ ഇവിടെ നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം കഴിച്ച് കണക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ഐസ്ക്രീം കഴിക്കാം. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്, 1:30 ചോറിനുള്ള സമയമാണ്. ഇനി അത് മതി. നോക്കട്ടെ, ഇത് എത്ര എണ്ണം മേടിച്ചേക്കുന്നേ നോക്ക്. ഐസ്ക്രീം നോക്കട്ടെ. മെൽറ്റ്. അതെ, എനിക്ക് തന്നത് അവൾ ആദ്യം, ഞാനത് മാറ്റിയെടുത്തു. അതെ അമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ റെഡ് വാങ്ങാൻ എനിക്ക് ഇനിയിപ്പം തിന്നെ എന്തായാലും അരിയിച്ച് തിന്നാനുള്ള സാധനമില്ല. അയ്യോ,
അതും പോയോ? അയ്യോ 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 ഇപ്പൊ പോകുമേ. നോക്കട്ടെ, നല്ല ഷേപ്പടെ നോക്കട്ടെ, കാണിച്ചേ. പോവത് റൗണ്ടിലിരിക്കുന്ന ഐസ്ക്രീം ഞാൻ തിന്നു കഴിഞ്ഞോ? ലച്ച് തിന്നും കഴിഞ്ഞ്. കളാ നമ്മൾ നോർമൽ ചോക്കോബാർ, നോർമൽ ചോക്കോബാർ തന്നെ. ആ അവിടെ കാണുമല്ലോ. ഇത് കഴിക്കത്തില്ല. ഏതാ കമ്പനി? ഇതെന്തുവാ ചോക്കോ മിൽക്ക്? ഇതിന്റെ പേരെന്തുവാ? ചോക്കോ മിൽക്ക്. കൊള്ളാമോ? കൊള്ളാം. ചോറിന സമയത്ത് ഇവിടെ ഐസ്ക്രീം തിന്നുക. അപ്പം ഞാനിപ്പോൾ രണ്ടാമത്തെ ചോക്കോബാറാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ചോക്കോബാർ. എന്തുകൂടെ എൻ്റെ മുഖം മൊത്തം ഇത് നോക്കൂ, ക്രീം. ഇത് നോക്ക്, എന്താ മീൻ ആരാ വരുന്നത്? ചോക്ലേറ്റ് ഐസ്ക്രീം. ഗൈസ്, ഇനി നമുക്ക് ലവ് ഷേപ്പിൽ ഐസ്ക്രീം കഴിക്കാമേ. പാട്ടയും എന്തൊക്കെ കാണണം. ഇതിനകത്തിരിക്കുന്ന സാധനമെല്ലാം ഒന്ന് തന്നെയല്ലേ? അല്ല, ഷേപ്പൊക്കെ അല്ലേ ഉള്ളു വ്യത്യാസമായിട്ട് വരുന്നത്. നോക്കട്ടെ. ഓ, ഇതിലും ഇവിടെ ഇല്ല. ഇല്ല, അത് മതിരേ. ഇതന്നെ എത്ര രൂപയായിരുന്നു? 30. ഇതില്ല നമ്മളെല്ലാം കിൻഡർ ജോയുടെ കൂട്ട് കടിക്കത്തില്ല. ടേസ്റ്റ് ഉണ്ടോ? ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ്. പണ്ടൊരു റെയിൻബോ ഇട്ടിരുന്നു. ഐസ്ക്രീമിന് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് അല്ലാതെ അതേ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ആണ്. ഐസ്ക്രീം മേടിച്ചിട്ട് വരാതെ അതിന് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ആണ്. ഇത് പിന്നെന്തോ? ഇതെന്തോ? ഇന്നലെ ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിൽ പോയി. ആ സൂപ്പർ മാർക്കറ്റില്ല, വേറെ സൂപ്പർ മാർക്കറ്റിലേക്ക് വാങ്ങിച്ചിട്ടോ. ആ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം അവിടെ ഞങ്ങൾ സന്ധ്യയ്ക്കാണ് പോയത്. അവിടെ കുറച്ചൊരു ഐസ്ക്രീം കണ്ട്. അത് മേടിക്കാനാണ് ഇന്ന് കയറിയത്. ഇന്നലെ അത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞ് സന്ധ്യ ആയതുകൊണ്ട് വേണ്ട, ഇന്ന് ഞാൻ ട്യൂഷൻ അവിടെ പോകുന്നുണ്ട്, തിരിച്ചു വരുന്ന എനിക്ക് വാങ്ങിക്കാന്ന്. പക്ഷെ ഇന്ന് വന്നപ്പോൾ അത് വേറെ 2 വാങ്ങിച്ചുകൊണ്ട് പോയി. സ്റ്റോക്കില്ലായിരുന്നു, സ്റ്റോക്ക് തന്നെ. ഇച്ചിരി അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുറേ. എന്തുവാടേ? ഓ, ഐസ്ക്രീം കൊതി എന്ന് പറഞ്ഞാൽ ഇത്രയും ഐസ്ക്രീം കൊതിയുണ്ട്. ഇച്ചിരി കൊടുക്കാൻ ഞാൻ തന്നാലും നിനക്ക് ഇച്ചിരി കിട്ടിയാലോ. നീ ഈ 2 ഐസ്ക്രീം തിന്നു. വേണ്ട ഐസ്ക്രീം. പരീക്ഷ നാളെ. അത് സമയമേ ഇല്ല. എന്തൊരു സഹോദര സ്നേഹം അതിനെ കുറിച്ച്. എനിക്കാണെങ്കിൽ ഗൈസ് തീരെ സമയമില്ല. എനിക്കാണെങ്കിൽ നാളെ മുതൽ എക്സാം തുടങ്ങുക, അവക്കും തുടങ്ങുക, ആഷ്പിക്കും തുടങ്ങുക. അത് പഠിക്കണം. അത് പഠിച്ച് കഴിഞ്ഞിട്ട് ആ എക്സാം എനിക്ക് തോന്നുന്നു ജൂലൈ 30 വരെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 1, 2 എനിക്ക് നോൺ സ്റ്റേജ് ഐറ്റംസിൻ്റെ ആർട്ട് ഫെസ്റ്റ് ആണല്ലോ. അത് ഞാൻ 3 എണ്ണത്തിലുണ്ട്. പെൻസിൽ ഡ്രോയിങ്, ഇംഗ്ലീഷ് എസ്സേ റൈറ്റിങ്, ഇംഗ്ലീഷ് സ്റ്റോറി റൈറ്റിങ്, മലയാളം സ്റ്റോറി. 4 എണ്ണമോ? 5 ഐറ്റത്തിന് നമുക്ക് ചേരാം. ഞാൻ 5 എണ്ണത്തിനും പേരെടുത്ത്. ആദ്യം ഞാൻ മോഹിനിയാട്ടത്തിന് പേരെടുത്ത്. പക്ഷേ എനിക്ക് മോഹിനിയാട്ടത്തിന് വരെ ഭരതനാട്യം കളിക്കാൻ തോന്നി. പിന്നെ പേരെടുത്തായിട്ട് അപ്പോൾ ഞാൻ പേര് മാറ്റി ഭരതനാട്യം ആക്കി. ഭരതനാട്യം ഞാൻ ഇപ്പം പഠിച്ചു കഴിഞ്ഞ് പക്ഷേ പ്രാക്ടീസൊക്കെ ചെയ്ത് കുറച്ചുകൂടെ പണ്ട് ഞാൻ അവിടെ പോയി പഠിച്ച, പക്ഷേ മറന്നുപോയി കുറച്ചൊക്കെ. പണ്ട് പഠിച്ചില്ലേ, അത് ഞാനിങ്ങനെ ഓർത്ത് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയില്ല, ജൂലൈ 30 വരെ എക്സാം ആയിരിക്കും മിക്കവാറും. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 1, 2, 3 എന്തുവാ നോൺ സ്റ്റേ ഐറ്റംസ്. ഇതിൻ്റെ എഴുതുന്ന ആർട്ട് ഫെസ്റ്റിൽ സ്റ്റേജിൽ നടക്കുന്ന പിന്നെ അത് കഴിഞ്ഞ് 3 ദിവസം 6 ദിവസമാണ് മൊത്തത്തിൽ. അത് കഴിഞ്ഞിട്ട് 5-6 ദിവസങ്ങളിൽ സ്റ്റേജ് ഐറ്റം അത് പറഞ്ഞല്ലേ. സ്റ്റേജ് ഐറ്റംസ് അതെന്ന് വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് എനിക്ക് പഠിക്കണം. അത് വേണമെന്നിട്ട് അത് പഠിക്കണം. പിന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ബിസിയാണ്. ഉച്ചയായി, ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഇനി ചോറുണ്ട് വെച്ച് വേറെ നിറഞ്ഞില്ല. ഇനിയിപ്പോൾ ചോറ് കഴിക്കണ്ടല്ലോ. ട്യൂഷനുണ്ട്, 2 മണി ട്യൂഷൻ ഉണ്ടോ എനിക്ക്?
ഇപ്പം ചോറ് കണ്ടാൽ ഐസ്ക്രീം ഒന്നും വയറ് നിറഞ്ഞില്ലേ? എനിക്ക് ചോറ് വേണം. ചോറ് വിട്ടൊരു കളിയില്ല നമുക്ക്. ഇല്ല, എനിക്ക് എന്ത് കഴിച്ചാലും ഞാൻ ചോറ് വേണം. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് എത്ര വയറ് നിറഞ്ഞിരിക്കുവാണെങ്കിലും ഞാൻ കുറച്ച് ചോറ് വേണം. കാരണം എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടൊരു കറിയുണ്ട്. എനിക്ക് ജീവനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറും രസവും കഴിക്കുന്നത്. എനിക്ക് രസം ഭയങ്കര ഇഷ്ടമെങ്കിൽ സാമ്പാറിനെക്കാട്ടിലും പുളിശ്ശേരി കണ്ടുകൂടെ ഇഷ്ടമല്ല. അതും പിന്നെ ചൂട് അതും അത് ഫ്രൈ ചെയ്തതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും ചോറ് കഴിക്കും. എങ്കിലും കഴിക്കും ഞാൻ. എനിക്ക് രാത്രിയിൽ ചപ്പാത്തി ഒന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല, ഓട്സ് കുടിക്കുന്നത് ഇഷ്ടമല്ല. രാത്രി എനിക്ക് എന്തുവാണെങ്കിലും ചോറ് വേണം. എന്തെങ്കിലും റൈസിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ലാത്ത മാതിരിയാണ് എനിക്ക്. ഉച്ചയ്ക്ക് പിന്നെ എനിക്ക് തിന്നാൻ കുഴപ്പമില്ല, ചോറ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. സ്കൂളിൽ ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇതിലും കൊണ്ടുപോകും. ഉച്ചയ്ക്ക് അതൊന്നും കുഴപ്പമില്ല. പിന്നെ എന്നാലും ചോറ് രാവിലെ എനിക്ക് ഏറ്റവും ഇഷ്ടം പരങ്ങി കുടിക്കുന്നതാണ്. ഞായറാഴ്ച രാവിലെ എനിക്ക് ഏറ്റവും ഇഷ്ടം പരങ്ങി കുടിക്കുന്നതാണ്. അത് ചമ്മന്തി ഇട്ടുള്ള പരങ്ങി, ചീനിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് നല്ലതാണ്, നല്ല രസമാണ്. അവൾ എന്നെ പേടിച്ചാണ് അവിടെ പോയിരിക്കുന്നത്. ലച്ചിനെ പിടിച്ച ആഷ്മി ഐസ്ക്രീമും കൊണ്ട് പോയിരിക്കുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ അത് എനിക്ക് വേണ്ട, നീ ഇവിടെ വന്നിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ആർക്ക് വേണം നക്കിയിരുന്നത്. അപ്പോൾ ഒരു ചോറിനിട്ട് അടുത്ത ട്യൂഷന് പോകാനൊരുങ്ങും. ഇന്ന് ട്യൂഷൻ പോകാം. എന്നാൽ ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഞാൻ ടയേർഡാണ്. ഡാൻസും പ്രാക്ടീസ് ചെയ്ത് എല്ലാം കൂടെ ഇപ്പോൾ സമയമില്ല. രണ്ടായിരം സമയമില്ലാത്തതുകൊണ്ട് ഡാൻസ് പഠിത്തം നമ്മൾ 10ാം ക്ലാസ് വരെ നിർത്തി വെച്ചേക്കുക. പക്ഷേ ഞാൻ വീട്ടിലിരുന്ന് പ്രാക്ടീസേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി ഡാൻസ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. മുകളിൽ നിന്നുള്ള ഓർഡർ, അച്ഛൻ്റെ ഓർഡർ അല്ലയോ. എനിക്ക് വിഷമമില്ലാതില്ല. എനിക്ക് ഡാൻസ് പണ്ട് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം എനിക്ക് പേടിയായിരുന്നു. എനിക്ക് അമ്മയുടെ കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് അവിടെ പോകുമ്പോൾ എനിക്ക് അമ്മയെ കാണണമെന്നൊരു ഫീലൊക്കെ തോന്നും. പക്ഷേ കൊച്ചിലേ എനിക്ക് പിന്നെ വലുതായി വന്നപ്പോൾ എനിക്ക് അതിനോടുള്ള ക്രേസ് കുറച്ച് കൂടി. എനിക്ക് ഡാൻസ് കളിക്കണമെന്ന് ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, ഡാൻസ് കളിക്കണം. പക്ഷെ കുഞ്ഞുനാൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. ഞാൻ മടി പിടിച്ചിരിക്കുമായിരുന്നു. എനിക്ക് അവിടെ പോയാൽ എനിക്ക് വയറ്റുവേദനയാണെന്ന് പറഞ്ഞ് ഞാൻ മാറിയിരിക്കുമായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. എനിക്ക് അവിടുത്തെ ചേച്ചി പണ്ട് നന്നായിട്ട് അടിക്കുമായിരുന്നു, വഴക്ക് പറയുന്നു, എന്തോ ചെയ്യുമായിരുന്നു. എനിക്ക് ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ആ ചേച്ചി പ്രോഗ്രാമും കാര്യങ്ങളും ഇപ്പം ഇഷ്ടം പോലെ പ്രോഗ്രാമുണ്ട്. ഇപ്പം ഞാൻ തന്നിട്ട് കളിക്കും. പണ്ട് ഞാൻ കളിക്കത്തില്ല അത്ര നന്നായിട്ടും. അല്ല, കളിക്കുമായിരുന്നു. പണ്ട് ചേച്ചി ഇതായിരുന്നു, നല്ലതായിട്ട് പഠിപ്പിക്കുകയൊക്കെ. ഇപ്പോഴും പഠിപ്പിക്കും. ഇപ്പം നമ്മൾ കുറച്ച് സീനിയറൊക്കെ അല്ലേ. ഇപ്പോഴത്തെ ഏറ്റവും സീനിയേഴ്സ് നിങ്ങളല്ലേ. ഇനിയിപ്പം അല്ലെങ്കിൽ സ്പെഷ്യൽ ട്യൂഷനൊക്കെ കൊണ്ട് സമയവും ഇല്ല. എന്ത് പോയത് എന്നാണിച്ച് നോക്കട്ടെ നോക്കട്ടെ. ഇത് ഫ്രീസറിൽ വെച്ച് ഇച്ചിരി കട്ടിയാക്കുക. ഗായ്സ്, അമ്മ കുക്കറിൽ എന്താണുള്ളൊരു സാധനം ഉണ്ടാക്കി. കുക്കറിലുണ്ടാക്കിയ നാരങ്ങ അച്ചാറ്. ഒരു കഷ്ണം എടുത്ത് കഴിക്കും. നല്ല മണം, അടിപൊളി മണം അല്ലേ. പക്ഷെ നമുക്ക് കഞ്ഞി കുടിക്കാനാണ് ചാറായിട്ട് വെച്ചതാണ്. അത് ഇനി ഇരുന്ന് അങ്ങ് സെറ്റ് ആയിക്കോളും. നല്ല ഇത് ശകലമൂലി എണ്ണ ആയിരത്തില്ല. നമ്മൾ കുക്കറിൽ ഇതെല്ലാം കൂടെ വെളുത്തുള്ളി, ഇഷ്ടംപോലെ വെളുത്തുള്ളിയും പച്ചമുളകും, കായം, ഉപ്പത്തിൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു. എല്ലാം ഇട്ട് നമ്മൾ തുള്ളി എണ്ണ ഒഴിക്കാതെ നമ്മളിത് എടുത്താണ്. പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി വെള്ളമില്ലായി പോയി കേട്ടോ. അത് രാവിലത്തെ രസമാണ്. രസം പഴങ്ങിൻ്റെ നേരെ പോകുന്നതുകൊണ്ട് ഇച്ചിരി ഇതിനകത്തിട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിനുണ്ട് വെച്ചാൽ കുറച്ച് രസത്തിൻ്റെ പുളി ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും വലിയ രസമായിരിക്കും. വലിയ രസം. ഇനി മീൻ വറുത്തത് ചിക്കനാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിച്ചാൽ ചോറിനോണ്ടിരിക്കുക. ഇത് മീൻ വറുത്തത്, നെല്ലിക്ക നാരങ്ങാച്ചാറ്, ഇത് രസവും ചോറും, പിന്നെ കുറച്ച് ഉപ്പ് മുദ്രയിട്ടുണ്ട്. ഇനി എനിക്ക് ടി വി കണ്ടുകൊണ്ടിരുന്ന ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മ പറഞ്ഞ് വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ മതി. പരീക്ഷയാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ അമ്മ റിമോട്ട് എടുത്തങ്ങ് ഒളിപ്പിച്ചു വെക്കും രാവിലെ.
ഇല്ലെങ്കിൽ ഞാൻ അവധി ദിവസം അവധി ദിവസം അവധി ദിവസം എന്ന് പ്രത്യേകം പറയാം. കാരണം ഇല്ലെങ്കിൽ രാവിലെ തൊട്ട് ടി വിയുടെ മതി. ഇതാകുമ്പോൾ അവരവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് പഠിത്തം എല്ലാം കഴിഞ്ഞ് ടി വി കാണാൻ കൊടുക്കും. അതിനൊരു സമയമുണ്ട്. ഇനിയിപ്പം കഴിച്ചേച്ച് പോയെന്ന് പഠിക്കുക, അതെല്ലാം ക്രൂരത കുഴപ്പമില്ല. പഠിക്കേണ്ട സമയത്ത് പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ടി വി കാണാമല്ലോ. എന്തുവാ പാത്രം കഴുകി കൊണ്ടുവച്ചേര്. ഇനിയിപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ ആഷ്മി ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയുമോ, ഇതേപോലെ നല്ല നല്ല ഇതിൽ കിട്ടുമ്പോൾ ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ചോറിടും, ഇതിനകത്തോട്ട് ഇച്ചിരി രസം ഒഴിക്കും. ഇത്രയും ചോറായിരിക്കും തിന്നുന്നത്. ഇനി ഇത്രയും ചോറായിരിക്കും. പണ്ടും ഇതുപോലെ കുഞ്ഞൊരു ഐസ്ക്രീം പാട്ട കിട്ടിയപ്പോൾ അതിനകത്തിട്ട് ചോറിടും. അത് സൂക്ഷിച്ച് വെച്ചേക്കും. പിന്നെ അതിനകത്ത് കൊള്ളുന്ന ചോറേ കഴിക്കും. ഇനിയിപ്പോൾ ഇതിനകത്ത് ചോറും രസം ഒഴിച്ചിപ്പോൾ തിന്നാൻ പോവാം. അപ്പോൾ ആഷ്മിയുടെ പരിപാടിയാണ്. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയും മതി വീഡിയോ. കൂടുതലായി കഴിഞ്ഞാൽ ഞങ്ങളിട്ട് ഇട്ട് പോകും. നിങ്ങൾ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം അയ്യോ എന്ത് പാവം എന്നെ എടുക്കുന്നത് തപ്പിച്ച് വെച്ച് മീൻ ഭയങ്കര ഇത് പൊട്ടുന്നില്ല അങ്ങോട്ടും. ഈ മീൻ ഇച്ചിരി മൂത്തുപോയി. എനിക്ക് ഇത്ര മൂപ്പിച്ചെടുക്കണം, അതാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് പറഞ്ഞു എന്തുവാന്ന് ഞാൻ രാവിലെ പറഞ്ഞത് പോണക്ക് തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇല്ല ഞാൻ നിങ്ങളെ മിണ്ടും. നിങ്ങൾ എന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. രാവിലെ പറഞ്ഞത് ഓർക്കണുണ്ടല്ലോ, അതേ കണക്കൊക്കെ ചെയ്യണേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നാളെ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് സമയമുണ്ടെങ്കിൽ വിശേഷം പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.